ഈ ഇസ്ലാഹി ചരിത്രത്തിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തില് അഭിമാനത്തോടെ ഈ കുട്ടികൾക്ക് പറയാൻ കഴിയും, വലിയ സലാം സുല്ലമിമാരല്ലാത്ത, വലിയ ശൈഖുൽ ഹദീസുമാരല്ലാത്ത, ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത സാധുക്കളായ സക്കരിയ സലാഹിയെ പോലുള്ള, ഹനീഫ് കായക്കൊടിയെ പോലുള്ള ആളുകൾ വാദപ്രതിവാദത്തിന് പോയിട്ട് പേരോടിനെ പിടിച്ചു കുലുക്കാൻ, അവനെ വിറപ്പിക്കാൻ, അവന്റെ ആശയത്തെ തകർക്കാൻ സാധിച്ചു വന്നതിന് മഞ്ചേശ്വരം വാദപ്രതിവാദം തെളിവാണ്. നിങ്ങളൊന്ന് കാണിച്ചരോ? ഇതുപോലൊന്ന് ഞങ്ങൾ കാണിച്ചരാം. എണ്ണി 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 കാണിച്ചരാ. ഒന്ന് കണ്ടോ? നിങ്ങൾ ഒന്ന് കണ്ടോ? വലിയ പണ്ഡിതനൊന്നും അല്ലാത്ത ഹനീഫിന്റെ ഒരു ചെറിയ പ്രകടനം അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്. ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട്, എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു, എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായമുണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബിയിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. സഹോദരങ്ങളെ, അപ്പോ ഈ ഉണക്കവടി കൊണ്ടുവന്ന് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല സുല്ലമി. ഇതൊക്കെ പച്ചയായി മനുഷ്യന്മാര് കാണല്ലേ. ഞങ്ങൾ വലിയ ശൈഖുൽ ഹദീസുമാരൊന്നുമല്ല, വലിയ പണ്ഡിതന്മാരൊന്നുമല്ല. സക്കരിയ സലാഹി വലിയ പണ്ഡിതന്നല്ല. നിങ്ങളെ തന്നെ വലിയ ആള്, നിങ്ങളല്ലേ വലിയ പണ്ഡിതന്മാര്, നിങ്ങൾ തന്നെ ഉലമാക്കന്മാര്. നിങ്ങളെ കാണുമ്പോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കാണുമ്പോ ഹജ്ജ് പോലും പുളകടിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത്തരമൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തില് ഈ പണ്ഡിതന്മാര് വളർന്നിട്ടില്ലെങ്കിലും പേരോടിനെ പോലുള്ള ഞാഞ്ഞൂലുകളുടെ മുന്നില് ആദർശം പറയുമ്പോ മുട്ടുപറക്കുന്നവരല്ല മുജാഹിദുകള്. മുജാഹിദുകൾക്ക് അങ്ങനെ മുട്ടുപറക്കണ്ട. ധൈര്യസമേതം പറഞ്ഞു, പേരോട് ചൂളി കിട്ടുന്നുണ്ട്. ഈ ചൂളിയ വാദപ്രതിവാദത്തിനെ കുറിച്ചാണ് എഴുതിയത്. എന്ത് മുജാഹിദ് മൗലവിമാര് ചെന്നിട്ട് അവരെ ആദരിക്കാൻ പോയതാ. നല്ല ആദരവല്ലേ കൊടുത്തത്, നല്ല ആദരവല്ലേ കൊടുത്തത്. ഇതിവിടെ മാത്രല്ല, ബബ്ബ അടിക്കേണ്ടി വന്നില്ലേ അവരുടെ ഒരു മാസികയുടെ കാര്യത്തിന് പോലും. ഒരു മാസിക, അതേ അബ്ദുറഹ്മാൻ മഖ്ദൂമി, ആ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഒരു ഖുർആൻ പരിഭാഷ മുജാഹിദ് പക്ഷത്ത് നിന്ന് വായിച്ചപ്പോ മറുപക്ഷത്ത് പേരോട് വന്നിട്ട് ചോദിക്കണം, എന്ത് ആരാണ് ഈ മഖ്ദൂമി, ആരാണ് ഈ മഖ്ദൂമി, സുന്നത്തിയമാത്തിൽ ആരാണ് മഖ്ദൂമി? അപ്പോ മഖ്ദൂമിയെ കുറിച്ച് റിസാലയിൽ വന്നൊരു പരസ്യം, മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയെ കുറിച്ച് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എടുക്കണ്ടപ്പോ തന്നെ അലവി മൂട്ടിയെന്നൊരു കുറിപ്പ് എടുത്തു അങ്ങോട്ട്. റിസാലയിലെ പരസ്യം, റിസാലയിലെ പരസ്യം ഒരു കുറിപ്പ്. മൂപ്പരിങ്ങനെ അറിയാതെ റിസാലയിലെ പരസ്യം, ആ റിസാലയിൽ ഒരു പരസ്യമുണ്ട്, അതിൽ കാര്യമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ റിസാലയിൽ പരസ്യം വായിച്ചാൽ മതി. റിസാലയിലെ പരസ്യം മൂപ്പർക്കെതിരാ. മനസ്സിലായോ? നിങ്ങൾ നോക്കി ആ രംഗം നിങ്ങളൊന്ന് കണ്ടോ? ദുഷ്പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി
റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മുടെ മാസികയുണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവർ പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ്. സഹോദരങ്ങളെ, റിസാല വായിച്ചു നോക്കിയാൽ ഇവർ പറഞ്ഞു വിശ്വസിക്കണ്ട. റിസാലയിൽ പറയുന്നത് എന്താണ്? റിസാലയിൽ പറയുന്നത് മുജാഹിദുകൾക്ക് അനുകൂലമാണ്, മഖ്ദൂമിയുടെ പരിഭാഷ സ്വീകരിക്കാന്നാണ്. പേരോട് ബബബെ അടിക്കണ സമയ അല്ലേ? ഈ രൂപത്തില് അന്തസ്സായി 5-6 കുട്ടികൾ പോയി നടത്തിയിട്ട് വന്ന വാദപ്രതിവാദം, അതിനെക്കുറിച്ച് പോലും നല്ല മനസ്സോടെ നോക്കിക്കാണാനുള്ള ഒരു നല്ല മനസ്സെങ്കിലുമില്ല എങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക, പടച്ചവനോട് ദുആ ചെയ്യുക. ഈ ആദർശത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, നമ്മുടെ താൽക്കാലികമായ നേട്ടങ്ങൾക്കല്ല, താൽക്കാലിക വിജയങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ആദർശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഈ ആദർശത്തിന്റെ വിജയത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക. ഈ ഖുർആനിന്റെ ആദർശം പറയാനുള്ള ചങ്കു